أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി കബറിൽ മറമാടും. മനുഷ്യ നീ അറിയുമോ കബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. മനുഷ്യ നീ അറിയുമോ കബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി ഖബറിൽ മറമാടും. റൂഹകലും കൊടും വേദനകൾ, ദാഹമയിഴയും എൻ ചേതനകൾ. ഈ ലോക സൗഖ്യത്തിൽ നീതി തുടിച്ചു ഞാൻ, ഏകയിലാഹിനെ ഓർത്തില്ല. റൂഹകലും കൊടും വേദനകൾ, ദാഹമയിഴയും എൻ ചേതനകൾ. ഈ ലോക സൗഖ്യത്തിൽ നീന്തി തുടിച്ചു ഞാൻ, ഏകയിലാഹിനെ ഓർത്തില്ല. തരുമോ ഇനിയൊരു നിമിഷം നീ തഖ്വയിൽ നാദനിലായലിയാൻ? തരുമോ ഇനിയൊരു നിമിഷം നീ തഖ്വയിൽ നാദനിലായലിയാൻ? ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി ഖബറിൽ മറമാടും. മനുഷ്യ നീ അറിയുമോ ഖബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. മനുഷ്യ നീ അറിയുമോ ഖബറിലെ യാതന? മരിച്ചാൽ തുടങ്ങുമീ നിലക്കാത്ത വേദന. ജനിച്ചാലൊരിക്കൽ മരണം പിടികൂടും, മരിച്ചാലുടനടി ഖബറിൽ മറമാടും. വരവായി ചോദ്യത്തിൻ കാവൽക്കാർ, തിരിവായി നന്മകൾ തിന്മകളും. വരവായി ചോദ്യത്തിൻ കാവൽക്കാർ, തിരിവായി നന്മകൾ തിന്മകളും. തരുമോ ഇനിയൊരു നിമിഷം നീ തഖ്വയിൽ നാദനിലായലിയാൻ? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. يا من يرى ما في الضمير ويسمع أنت المعد لكل ما يتوقع. يا من يرجى للشدائد كلها. يا من إليه المشتكى والمفزع. ما لي سوى فقري إليك وسيلة فبالافتقار إليك فقري أدفع. ما لي سوى قرعي لبابك حيلة فلئن رددت فأي باب أقرع. ومن الذي يدعو وأهتف باسمه إن كان فضلك عن فقيرك يمنع. حاشا لجودك أن تقنط عاصيا الفضل أجزل والمواهب أوسع. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ വിജ്ഞാന സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ദൂരെ നിന്നെങ്കിലും ഈ ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ അവന് തൃപ്തികരമാകുന്ന കാര്യങ്ങളിൽ മാത്രം വിനിയോഗിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യരായ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനീ പ്രബോധന രംഗത്ത് കൂടുതൽ കൂടുതൽ ആത്മാർത്ഥതയും അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്തുള്ള വളർച്ചയും എല്ലാം നൽകിക്കൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തെ അല്ലാഹു ഇനിയും കൂടുതൽ കരുത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പവിത്രമായ ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഇപ്പോൾ ഉള്ളത്. ഹിജറ വർഷം അതിന്റെ പ്രഥമ മാസമായ മുഹറമിലാണ് നമ്മളെല്ലാം സ്ഥിതി ചെയ്യുന്നത്.
സത്യവിശ്വാസികളായ ആളുകൾക്ക് വളരെയേറെ ആവേശം പകർന്നു നൽകിക്കൊണ്ട് അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള, അവനിൽ മാത്രം തവക്കുലാക്കുന്ന ആളുകൾക്ക് വലിയ ഉന്മേഷം പകർന്നുകൊണ്ട് ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മുടെ മനോമുകുരങ്ങളിലേക്ക് കയറി വരുന്ന, വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന പ്രത്യേകമായ സന്ദർഭത്തിലാണ് നാം ഉള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും പിറന്ന നാടും വീടും വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പലായനം നടത്തിയ, അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ത്യാഗത്തിന്റെ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക്, ഹിജറ വർഷത്തെ സംബന്ധിച്ച് പുതിയ പുതിയ വർഷങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ മറ്റവസരങ്ങളെക്കാൾ കൂടുതൽ ചിന്തക്ക് വക നൽകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന്റെ കൃത്യമായ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രം ഈ ലോകത്ത് ആരാധിക്കപ്പെടണം, അത് പഠിപ്പിക്കാൻ ഈ ലോകത്തേക്ക് നിയുക്തരായ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാകണം. ആ കണിശത മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചിട്ടുള്ള മഹാന്മാരായ സ്വഹാബാ കിറാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമനുസരിച്ച് വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഹിജറ പോവുകയാണ് ഉണ്ടായത്. ആബാലവൃദ്ധം ജനങ്ങൾ പോയി എന്ന് നമുക്ക് പറയാം. കഴിവുള്ളവരൊക്കെ പോയി. അവരുടെ കൂട്ടത്തിൽ വൃദ്ധരുണ്ട്, പുരുഷന്മാർ, അതുപോലെ തന്നെ വൃദ്ധകളായ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. പലർക്കും പലരെയും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ മക്കയിൽ വിട്ടുപോകേണ്ടി വന്നു. ഭർത്താവിനെ വിട്ടുകൊണ്ട് ഭാര്യമാർക്ക് പോകേണ്ടി വന്നു. ഭാര്യമാര് വെടിഞ്ഞുകൊണ്ട് ഭർത്താക്കൾക്ക് പോകേണ്ടി വന്നു. ബാപ്പയെ വിട്ട് മക്കൾ പോയി, മക്കളെ വിട്ട് ബാപ്പമാര് പോയി. ഇങ്ങനെ ഒട്ടനവധി ത്യാഗത്തിന്റെ ചരിത്രങ്ങളാണ് പ്രിയമുള്ളവരെ ഹിജറ നമ്മുടെ മനസ്സിലേക്ക്, പ്രത്യേകമായ ഈ സന്ദർഭത്തിലും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ സഹായമുണ്ടാവുകയുള്ളൂ, അല്ലാഹുവിങ്കൽ നിന്നുള്ള സമാധാനം ലഭിക്കുകയുള്ളൂ. അത് അതിന്റെ കൃത്യമായ രൂപത്തിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തിയ മഹാന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവർക്കൊരു കാര്യം അംഗീകരിക്കുവാൻ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന ഉറപ്പ് ലഭിക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനും അവർ നേതാവായി കണ്ടത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മുഴുവനും അവർ ഏറ്റുവാങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും അവർ ചോദ്യം ചെയ്യുന്നില്ല. കാരണം ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ സ്വീകരിക്കലാണ് മുസ്ലിമിന്റെ ബാധ്യത എന്ന് സഹാബത്ത് പഠിപ്പിച്ചു.
ആ സ്വഹാബത്തിന് അത് ഇസ്ലാം പകർന്നു കൊടുത്ത സന്ദേശമാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ആശയം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമീങ്ങളെ, നമുക്കിടയിൽ ഏത് വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നാലും ഖിയാമത്ത് നാൾ വരേക്കുള്ള എല്ലാ ആളുകൾക്കും ബാധകമാകുന്ന നിയമം റബ്ബ് പറയുകയാണ്. ഏതു പ്രശ്നത്തിലും നേതാവ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുത്തെ തീരുമാനത്തെ എല്ലാ അർത്ഥത്തിലും തന്റെ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അതിനോട് എല്ലാ അർത്ഥത്തിലും കീഴൊതുങ്ങുകയും അവിടുന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തോടും മനസ്സിൽ വിഷമം വെച്ച് പുലർത്താതിരിക്കുകയും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായി അതിനനുസരിച്ചുകൊണ്ട്, ആ അനുസരണ ബോധമാണ് മുസ്ലിമേ നമ്മുടെ പേരിനെ അർത്ഥമാക്കുന്നത്. മുസ്ലിം എന്ന് പറയുന്നത് തന്നെ റബ്ബിന്റെ കൽപ്പന 100% സ്വീകരിക്കാൻ സന്മനസ്സുള്ളവനാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞില്ലേ, അസ്ലിം എന്ന് പറഞ്ഞപ്പോഴേക്ക് അതേ എല്ലാ അർത്ഥത്തിലും അത് സ്വീകരിക്കാൻ സന്നദ്ധനായ നേതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ മഹാനായ നേതാവിന്റെ നാമം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം പറയുന്നതിന്റെ കൂടെ ലോക മുസ്ലിമീങ്ങൾ അതാ 5 നേരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറകളഞ്ഞ രൂപത്തിലുള്ള കൃത്യമായ വിശ്വാസം, കൃത്യമായ നിലക്കുള്ള വിനയം, റബ്ബിന്റെ വിധികളോടുള്ള കൃത്യമായ നിലക്കുള്ള കീഴ്വണക്കം. അതേ, റബ്ബൊരു കാര്യം പറഞ്ഞാൽ അത് ആ റബ്ബ് അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുഴുവനും വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം അവിടുത്തെ അഭിപ്രായം പറയില്ല. ദീൻ അവിടുന്ന് പറയുന്നത് മുഴുവനും അല്ലാഹുവിന്റെ വഹിയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ ദുർബലനാണ്, അറിവ് കുറഞ്ഞവനാണ്. ആ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയാവുന്ന, ലോകത്തിന്റെ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന, സർവജനങ്ങളെ സംബന്ധിച്ചും അറിയാവുന്ന, എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അറിയാവുന്ന നാഥൻ, ആ നാഥൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരൊറ്റ നിയമങ്ങളിലും പൊള്ളയായ ഒരു നിയമങ്ങളില്ല, ഉൾക്കൊള്ളാനാവാത്ത ഒരു നിയമങ്ങളില്ല, അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരു നിയമങ്ങളുമില്ല. അവിടുന്ന് പഠിപ്പിച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ, പടച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയിച്ചു കൊടുത്ത മഹത്തായ ഇസ്ലാം, ആ ഇസ്ലാം വളരെ കൃത്യമായി ഈ ലോകത്തിന്റെ മുമ്പിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നു. അത് പരിപൂർണമായി നമ്മൾ സ്വീകരിക്കുന്നു. അവിടെ ഈ ലോകത്ത് യുക്തിവാദികളുടെ യുക്തിവാദത്തിന് സ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരാദർശത്തെ അതെന്റെ ബുദ്ധിക്ക് യോജിക്കണമെന്നെങ്കിൽ എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്ന് കൃത്യമായി എന്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്ന ഈ ഭാഗങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സഹായകരമായ നിലക്ക് അവരിലൂടെ റബ്ബുൽ ആലമീൻ പ്രകടിപ്പിച്ച അമാനുഷികമായ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളെ ചോദ്യം ചെയ്തിട്ടുള്ള പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അതിനെ അവരവരുടെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്തിയവരാണ്. അത് ഇസ്ലാമുമായി ബന്ധമില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളക്കണക്കിന് ഹദീസുകളെ അത് അവനവന്റെ യുക്തിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയണമെന്നും അത് തോട്ടിലെറിയണമെന്നും അത് കുപ്പയിലെറിയണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതയുക്തിവാദികൾ ലോകത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ആദർശത്തോട്
ഒരു നിലക്കുള്ള മാനസികമായ വിഷമവും കൂടാതെ അത് കൃത്യമായി ജീവിതത്തിൽ അംഗീകരിക്കുവാനും അതിനെ മനസ്സാ വാചാ കർമ്മണ സ്വീകരിക്കുവാനും തയ്യാറാകുന്നവൻ മാത്രമാണ് മുസ്ലിം. അതേ ലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്തേക്ക് അവതരിപ്പിച്ചു തരുന്ന ഹുദാ അത് അവനിൽ നിന്ന് കിട്ടിയതാണോ എന്നേ മുസ്ലിം ചിന്തിക്കേണ്ടതുള്ളൂ. എന്റെ റബ്ബാണോ എനിക്ക് പഠിപ്പിച്ചതെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതല്ലേ നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും ഈ ലോകത്തേക്ക് ഇറങ്ങുന്ന വേളയിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയത് ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. അല്ലാഹ് അവിടെ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗ ദർശനം വന്നുകൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങൾ അല്ലാഹ് അവിടെ പറയുന്നു. എന്നിൽ നിന്നാണ് വരിക, എന്നിൽ നിന്ന് വരുന്നതാണ് ഹുദാ, അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ് ഹുദാ. അവനാണ് ഹിദായത്ത് പഠിപ്പിക്കേണ്ടത്. അതിന്റെ കൃത്യമായ സ്രോതസ് അവനാണ്. അവനാണ് എല്ലാം അറിയുന്നവൻ. അവനാണ് ലോകത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ പറയുന്നത്. അതവൻ നേരിട്ട് പറയുന്ന സമ്പ്രദായമില്ല. അതാത് കാലങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ആർക്കാണോ നുബൂവത്ത് റിസാലത്ത് എന്ന ഫദ്ല് കൊടുക്കേണ്ടതെങ്കിൽ ദാലിക ഫദ്ലുല്ലാഹ് യുഅതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ ഫദ്ല് കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുത്ത് ലോകത്തിന്റെ മുമ്പിൽ അവരെ കാര്യം കൃത്യമായി പഠിപ്പിക്കും. അങ്ങനെ ഇങ്ങനെ ഹിദായത്ത് ലോകത്തിങ്ങനെ ഹുദ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫമൻ തബിയ ഹുദായ, എന്റെ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ 100% അതിനെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അവർക്കാണ് പരലോകത്ത് സ്വർഗമുള്ളത്. അതേ അവസരത്തിൽ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ആരെങ്കിലും നിഷേധിക്കുകയോ അതിനെ തള്ളിക്കളയുകയോ കളമാക്കുകയോ ചെയ്താലോ അവർക്കാണ് ശാശ്വതമായ നരകശിക്ഷയുള്ളത് എന്നും അവിടെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ബാധ്യത എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച ഹിദായത്ത് എന്താണെന്ന് അറിയണം. അറിവാണ് ഏറ്റവും വലിയ ആയുധം. അറിവ് ശരിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇൽമെന്ന് പറയുന്നത് അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല അസ്സഹാബത്തു ഹും ഉലുൽ ഇർഫാനി. ഇൽമെന്ന് പറയുന്നത് അല്ലാഹ് പറഞ്ഞതാണ്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളയും റസൂലും പറഞ്ഞത് അവനവന്റെ ബുദ്ധിക്കനുസരിച്ച് ഇങ്ങനെ ഒപ്പിച്ച് വ്യാഖ്യാനിക്കലല്ല. അതാദ്യമായി കേട്ടവര് നല്ലവരായ തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടിയ മഹാന്മാരാണ് അവര്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹ് പൊരുത്തപ്പെട്ട മഹാന്മാര്, ആ സ്വഹാബത്താണ് ഖുർആൻ കേട്ടത്. ആ സ്വഹാബത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിലൂടെ ഈ ഹിദായത്ത് മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് സച്ചരിതരായ മുൻഗാമികളായ ആളുകൾ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും എപ്രകാരം ഗ്രഹിച്ചുവോ, സ്വീകരിച്ചുവോ, ആചരിച്ചുവോ ആ പാതയനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ് യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതെ, ഈ വർഷം നമ്മളിതാ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെച്ചു. പ്രിയ സഹോദര സഹോദരി, ഒന്ന് ചിന്തിക്ക. നമ്മുടെ ഖബറിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ദുനിയാവിൽ നിന്ന് നാം ഓരോരുത്തരും ഓരോ ദിവസവും അകന്നകന്നു പോവുകയാണ്. നമുക്ക് പോയി കിടക്കാനുള്ള ബർസഖിന്റെ ലോകത്തേക്ക് അടുത്തടുത്ത് പോവുകയാണ്. ഓരോ മിടിപ്പും നമ്മോടത് അറിയിക്കുകയാണ്. ദഖാതു ഖൽബിൽ മർഇ ഖായിലതുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പുകളും അതേ സെക്കൻഡ് തോറും മിടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ മിടിപ്പുകൾ നമ്മോടിങ്ങനെ വിളിച്ചു പറയുന്നത് പോലെ, മനുഷ്യ നിന്റെ ആയുസ്സിതാ തീർന്നു പോവുകയാണ്, ജീവിതം ഇതാ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതേ സെക്കൻഡുകൾ മിനിറ്റുകൾക്ക്, മിനിറ്റുകൾ മണിക്കൂറുകൾക്ക്, മണിക്കൂറുകൾ ദിവസങ്ങൾക്ക്, ദിവസങ്ങൾ ആഴ്ചകൾക്ക്, ആഴ്ചകൾ വർഷങ്ങൾക്ക്, ഇങ്ങനെ വഴിമാറിക്കൊടുത്തുകൊണ്ട് അതേ ഖബറിലേക്കുള്ള യാത്ര. ആ ഖബറിൽ നമുക്ക് സമാധാനം വേണ്ടേ ഉമ്മമാരെ? ആ ഖബറിൽ നമുക്ക് ആശ്വാസം കിട്ടണ്ടേ ഉപ്പമാരെ? അതെ, അവിടെയുള്ള കിടത്തത്തിൽ നമുക്ക് രക്ഷ വേണ്ടേ? അവിടെയുള്ള മലായിക്കത്തിന്റെ ചോദ്യത്തിന് നമുക്ക് സമാധാനം പറയണ്ടേ? ആ സമാധാനം പറയണമെങ്കിൽ, നമുക്ക് രക്ഷപ്പെടണമെങ്കിലുള്ള വഴിയാ പറയുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ആളുകളും ഇങ്ങനെ രക്ഷാമാർഗം പറയുന്നുവല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തൊരു കുഴപ്പമുണ്ടാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം, കുഴപ്പമുണ്ടാക്കാനോ ഭിന്നതയുണ്ടാക്കാനോ അല്ലല്ലോ ഈ പ്രദേശത്തടക്കം മുജാഹിദുകൾ പള്ളി ഉണ്ടാക്കിയത്. കുഴപ്പമുണ്ടാക്കാനല്ല, കുഴപ്പമില്ലാതിരിക്കാനാണ്. അതേ, ഈ ആദർശത്തെ കൃത്യമായി നിലനിർത്തുവാൻ ആവശ്യമായ നിലക്ക് സൗകര്യങ്ങൾ പള്ളികളിൽ ലഭിക്കാതാകുമ്പോൾ അവിടെ പോയി കലാപങ്ങൾ ഉണ്ടാക്കാതെ സമാധാനപൂർവം പിരിഞ്ഞു പോന്ന് സ്വസ്ഥമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പകർന്നു കിട്ടിയ ഇസ്ലാമിന്റെ ആചാരങ്ങളെ ആചരിക്കുക എന്ന സമാധാനത്തിന് വേണ്ടിയല്ലേ അല്ലാഹുവിന്റെ ഭവനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്? നമ്മൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ആചാരങ്ങളും മാത്രമാണ് സത്യം എന്ന് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവിടുന്ന് കൃത്യമായി തന്നെ ഈ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? എന്റെ സമുദായം അതേ ഒട്ടേറെ കക്ഷികളായി പിരിഞ്ഞു പോകും. ഒരുപാട് കക്ഷികളായിട്ടതാ പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞകാല സമൂഹങ്ങളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, യഹൂദികൾ പല പാർട്ടികളായി പിരിഞ്ഞു, നസറാനികളും പല പാർട്ടികളായി പിരിഞ്ഞു. എന്റെ ഉമ്മത്ത് അവരും ഒരുപാട് കക്ഷികളായി പിരിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ കക്ഷികളും കുല്ലുഹാ ഫിന്നാർ, ആ എല്ലാ വിഭാഗങ്ങളും അതാ തഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ, ഒരൊറ്റ സംഘമൊഴികെ മറ്റെല്ലാം നരകത്തിലാണ്. സ്വഹാബിമാരുടെ ചോദ്യം, വമാ തിൽക്കൽ ഫിർഖ, ആരാണ് ആ സംഘമെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ഹും മൻ കാന അലാ മിസ്ലി മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ഇന്ന് നിലകൊള്ളുന്ന വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും സമ്പ്രദായങ്ങളിലും ആരാണോ നിലകൊള്ളുന്നത് അവരാണ് രക്ഷപ്പെട്ട ഈ ഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ അത് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ച ആയത്തിലൂടെ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. ആര് അല്ലാഹുവിന്റെ റസൂലിനോട് മാത്സര്യം കാണിക്കുന്നുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 100% സ്വീകരിക്കാൻ മനസ്സില്ലാതെ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം അവന് വ്യക്തമാകാഞ്ഞിട്ടല്ല, അവന്റെ ദുർവാശിയും അവന്റെ അഹങ്കാരവും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ അവൻ വിവരം ചമയുകയാണ്, പടച്ച റബ്ബിനേക്കാൾ അവൻ വിവരം ചമയുകയാണ്. അതെനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മത്സര്യത്തിന് മുതിർന്നാൽ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞാൽ ആരാണ് അവിടെ മുഅ്മിനീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തരുന്നല്ലോ. അതേ, അവിടത്തിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച സ്വഹാബത്ത് ആ മാർഗധാരയിൽ നിന്ന്
ആ കൃത്യമായ രീതിയിൽ നിന്ന് ആരൊക്കെ വഴിതിരിഞ്ഞു പോകുന്നുവോ നുവല്ലിഹി മാ തവല്ലാ, തിരിഞ്ഞയിടത്തേക്ക് അവർ ഞാൻ തിരിച്ചുവിടും. ദുന്യാവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, പടച്ച റബ്ബിന്റെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ നരകമാണവന് ചെന്നു ചേരാനുള്ളത്. വളരെ ചീത്തയായ സങ്കേതമാണത്. വളരെ ബുദ്ധിയോടെ ആത്മാർത്ഥമായിട്ട് എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ആ സ്വഹാബത്ത് നമുക്ക് പകർന്നു തന്ന അവിടെ നിന്ന് ആ നിലക്ക് കൃത്യമായി തന്നെ ഇസ്ലാമിന്റെ ഓരോ വിശ്വാസങ്ങളും കൃത്യമായി നമുക്ക് പകർന്നു തരപ്പെട്ടിട്ടുണ്ട്. നബിതങ്ങളിൽ എന്നത് ആദ്യമായി കേട്ട സ്വഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ട്, അവർ ആചരിച്ചിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത് പിഴച്ചുപോയ ഏത് കക്ഷികൾക്കാണെങ്കിലും തിരിച്ചു വരാവുന്ന ഒരു മാനദണ്ഡമുണ്ട്. അത് യഹൂദിയാവട്ടെ നസറാനിയാവട്ടെ, ഏത് യുക്തിവാദികളായിരുന്നാലും, പഴച്ച ഖവാരിജാണെങ്കിലും മുഅ്തസിലത്താണെങ്കിലും ശിയാക്കളാണെങ്കിലും ജഹ്മിയത്താണെങ്കിലും ഏത് കക്ഷിയാണെങ്കിലും ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയിൽ നിന്ന് തെറ്റിപ്പോയവർക്കൊക്കെ തിരിച്ചു വരാൻ അല്ലാഹു പറയുന്ന ഒറ്റമൂലിയുണ്ട്, മാനദണ്ഡമുണ്ട്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ തയ്യാറാണോ സന്മാർഗം കിട്ടിക്കഴിയുന്നതാണ്. പക്ഷേ അത് മുനാഫിക്കീങ്ങൾക്ക് ദഹിച്ചില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ അതാ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലേ പറയുന്നില്ലേ, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാഉ അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ എന്നല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നു. എന്തേ അവരെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം? എന്തേ അവർ വിഡ്ഢികളാണെന്ന് റബ്ബ് പറയാൻ കാരണം? അവരോട് പറയപ്പെട്ടാൽ ആമിനൂ, നിങ്ങൾ വിശ്വസിക്കണേ, കമാ ആമനന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബത്തിലെ അല്ലാഹു തൃപ്തിപ്പെട്ട നേതാക്കളില്ലേ, അവർ എങ്ങനെ വിശ്വസിച്ചോ, അവർ അല്ലാഹനെ എങ്ങനെ അറിഞ്ഞോ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എങ്ങനെ വിശ്വസിച്ചുവോ, അവർ എന്തൊക്കെ കാര്യങ്ങൾ ആചരിച്ചുവോ, അവരെന്താണ് സ്വഭാവരുമായി കൊണ്ട് ഈ ലോകത്ത് പെരുമാറിയത്, ആ അർത്ഥത്തിലേക്ക് അങ്ങ് വരൂ എന്ന് പറഞ്ഞാൽ അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ ഞങ്ങളെന്താ വിഡ്ഢികളാണോ എന്ന് സ്വയം വിഡ്ഢികളായ ആളുകൾ ചോദിച്ച ചോദ്യം മുനാഫിഖീങ്ങളുടെ ആ ദുഷിച്ച ജീർണതയുള്ള സ്വഭാവം റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഖിയാമത്ത് നാൾ വരെ പിഴച്ചു പോകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം അല്ലാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹാബത്ത് ഗ്രഹിച്ച് സ്വീകരിച്ച് ആചരിച്ചതുപോലെ മനസ്സിലാക്കുന്ന മാർഗത്തിലേക്ക് മടങ്ങാതെ ഒരു കക്ഷികൾക്കും രക്ഷയില്ല, ഒരു കക്ഷിക്കും മോക്ഷമില്ല. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഈ മാർഗമാണ് പ്രിയമുള്ളവരെ അഹ്ലുസുന്ന വൽ ജമാഅ. എത്ര ആളുകളായി ഇത് അവകാശപ്പെടുന്നത്? എത്ര ആളുകളാ ലോകത്ത് ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്? ഓ മുജാഹിദേ, നിങ്ങളെ പുത്തൻവാദികളാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഞങ്ങളാണ്, നിങ്ങൾ പിഴച്ച കക്ഷികളാണ്, നിങ്ങൾ നരകത്തിലേക്കുള്ള ടീമാണ്, നിങ്ങൾ കഫിറാണോ എന്ന് സംശയിച്ചവൻ പോലും കഫിറാണെന്ന് പറയുന്ന അതേ ആ അർത്ഥത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന വളരെ മോശമായ രൂപത്തിലുള്ള പ്രചരണം നടത്തുന്ന സുഹൃത്തുക്കളില്ലേ, അവരൊന്നും മനസ്സ് വെച്ച് ആലോചിക്കട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് തുറന്ന മനസ്സോടെ കേൾക്കൂ, ഒന്ന് തുറന്ന മനസ്സോടെ ചിന്തിക്കൂ. എന്റെയോ നിങ്ങളുടെയോ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ ലോകത്തിന് പകർന്നു നൽകിയ കറകളഞ്ഞ ആദർശമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. അത് വളരെ കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ ആദ്യ മാതൃകകളായിക്കൊണ്ട് പ്രചരിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും
സമൂഹങ്ങളിലേക്ക് അത് പകർന്നു നൽകുകയും ചെയ്ത മഹാന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും. ആ പാതയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ മോക്ഷത്തിന്റെ പാത എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇത് പിൽക്കാലത്തുള്ള എല്ലാ ആളുകളും അംഗീകരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞല്ലോ, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ. ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റൽ. എന്നിട്ട് എന്താണ് സുന്നത്തും ജമാഅത്തും എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ്. ഫസുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കിയ അവിടുന്ന് പഠിപ്പിച്ചതാണ് സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേൾക്കാൻ അവസരം ലഭിച്ച സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും ഏകോപിച്ച കാര്യങ്ങളാണ് ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ പിൻഗാമികളായ ആളുകളും ഈ കാര്യത്തെ ജനസമൂഹത്തിന്റെ മുമ്പാകെ പകർന്നു നൽകിയിട്ടുണ്ട്. അല്ലാഹുവിനെ അറിയേണ്ട നിലക്ക് അറിയുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയേണ്ട നിലക്ക് അറിയുക, അല്ലാഹുവിന്റെ കിതാബിനെ അറിയേണ്ട നിലക്ക് അറിയുകയും സ്വീകരിക്കുകയും അതിനോട് ഇടപഴകുകയും ചെയ്യുക. ആ രൂപത്തിലുള്ള ലോകത്തേക്ക് ഏതെല്ലാം ആദർശങ്ങളെ അവനവന്റെ മോക്ഷത്തിന് വേണ്ടി കൊണ്ടു നടക്കേണ്ടതുണ്ടോ അതൊക്കെ ഈ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ അളന്നു മുറിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിതത്തിന്റെ മാർഗദർശനത്തിനുള്ള അത്താണിയായി അടിസ്ഥാനമായി അവലംബയോഗ്യമായ കാര്യങ്ങളായിക്കൊണ്ട് കൊണ്ടു നടക്കണം. അങ്ങനെ കൊണ്ടു നടക്കുന്നവർക്കേ മോക്ഷമുള്ളൂ, സമാധാനമുള്ളൂ എന്നതാണല്ലോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ആകത്തുക. ഈ ഒരു പ്രത്യേകമായ കാര്യങ്ങളെ മനസ്സിലാക്കാതെ അവരവർക്ക് തോന്നിയതുപോലെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ പഴച്ച കക്ഷികൾ എമ്പാടും ഉടലെടുത്തു. നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ നിലകൊള്ളുന്ന ഈ പവിത്രമായ മുഹറം, അതേ 1432 പിന്നിട്ട് 1433 എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ആദർശങ്ങളുമായി കൊണ്ട് ജനങ്ങൾ നടക്കുമ്പോൾ, അതേ ഒരു പുതുവർഷത്തിന്റെ പുലരിയെപ്പോലും പുതിയതായി കടന്നു വരുന്ന ഒരു മാസത്തെക്കുറിച്ച് പോലും അന്ധവിശ്വാസങ്ങളാണ് സമൂഹം കൊണ്ടു നടക്കുന്നതെങ്കിലോ മനസ്സിലാക്കണം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുകയും ഈ സമൂഹത്തിൽ മഹാന്മാരായ പ്രവാചകന്മാർക്ക് വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സ്വഹാബത്തിനും അവരാരും മനസ്സിലാക്കിയിട്ടില്ലാത്ത വിശ്വസിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ ആളുകൾ നാട്ടിൻപുറങ്ങളിൽ നമുക്കിപ്പോഴും കേട്ടുകേൾവികളില്ലേ? ഇപ്പോഴും നമുക്കറിയില്ലേ? മുഹറമാസം വന്നു കഴിയുമ്പോൾ എന്തോ ഒരു ഭീതി, എന്തോ ഒരു പേടി നമ്മുടെ ആളുകൾക്ക്. അതേ ഉമ്മമാർക്കൊരു പേടി, സഹോദരിമാർക്കൊരു പേടി, പ്രായമുള്ളവർക്കൊരു പേടി. മുഹറമാണ്, മാസം മറഞ്ഞു കാണാൻ പാടില്ല. എന്തേ മുഹറമാസം മറഞ്ഞു കണ്ടാൽ സംഭവിക്കാൻ പോകുന്നത്? മറഞ്ഞ ഭാഗം കാണില്ലെന്നതല്ലാതെ മാസം മറഞ്ഞു കണ്ടതുകൊണ്ട് എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് സംഭവിക്കാനുള്ളത്? ഒന്നും സംഭവിക്കാനില്ല. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ്. പടച്ച റബ്ബിനോടതാ ഓരോ മാസങ്ങളും നമ്മളതാ പിറവി കാണുന്ന നേരത്തെ റബ്ബിനോട് തേടുകയാണ്, സമാധാനം തരണം റബ്ബേ, ശാന്തി തരണം റബ്ബേ. കാരണം താരങ്ങളോ നക്ഷത്രങ്ങളോ സൂര്യനോ അല്ല ശാന്തി തരുന്നത്, സമാധാനം തരുന്നത് അവയല്ല, നമുക്ക് ബറക്കത്ത് തരുന്നത് അവയല്ല, നമുക്ക് വേണ്ടത് തരുന്നത് അവയല്ല. അതേ, ആ അർത്ഥം നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്ന നിലക്ക് റബ്ബീ വറബ്ബുകല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അള്ളയാണെന്ന്
അതേ നിലാവ് നോക്കിക്കൊണ്ട് നമ്മൾ പറയുന്നത് നിലാവിനോട് സംസാരിക്കലല്ല, അതിനെ അഭിസംബോധന ചെയ്ത് കേൾക്കാൻ പറയുന്നതുമല്ല. അത് പറയുന്ന മുസ്ലിമിന്റെ മനസ്സ് എല്ലാ രൂപത്തിലുള്ള ശക്തികൾക്കും പടച്ച റബ്ബ് ശക്തി നൽകിയാലല്ലാതെ, അവനിൽ നിന്നുള്ള സംരക്ഷണം കിട്ടിയാലല്ലാതെ, പടച്ച റബ്ബിൽ നിന്നല്ലാതെ ഒരു ഖൈറും ഒരു ശർറും വരാനില്ല. ആ അർത്ഥം ജനങ്ങളെ ശരിക്കും പഠിപ്പിക്കുന്നു. പക്ഷേ ജനങ്ങൾക്കതാ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ യഹൂദികളിൽ നിന്ന് ഈ ലോകത്തേക്ക് പ്രചരിച്ചു വന്നിട്ടുള്ള കക്ഷികളായ ഷിയാക്കൾ എന്ന് പറയുന്ന കക്ഷികളുടെ വിശ്വാസമാണുള്ളത്. എന്തിനും മുഹറം 10 കഴിയട്ടെ, 9-നും 10-നും നോമ്പായത് കൊണ്ടൊന്നുമല്ല അങ്ങനെ പറയുന്നത്. മറിച്ച് മുഹറം അതാ ശകുനത്തിന്റെ മാസമാണ്. വീടിന് തുടക്കം കുറിച്ചുകൂടാ, വിവാഹം നടത്തിക്കൂടാ, ഒരു നല്ല കാര്യങ്ങൾക്കും പറ്റാത്ത ദുർദിനങ്ങളായിക്കൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ മാസത്തിന്റെ വരവിനെ പോലും അതേ പുതുവർഷത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന അന്ധവിശ്വാസങ്ങളാണ് ഒരു മാസത്തിന്റെ കൃത്യമായ പിറവിയെ കുറിച്ച് പോലും സമൂഹത്തിലുള്ളതെങ്കിൽ എവിടെയാണ് സുന്നത്ത് ജമാഅത്ത് നിലകൊള്ളുന്നത്? ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച മുജാഹിദുകൾ ഞാൻ നേരത്തെ പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അകത്തുള്ളവരാണോ അതോ പുറത്തു പോയവരാണോ? ഏതാനും ചില കാര്യങ്ങളിലൂടെ എന്റെ ശ്രോതാക്കൾ അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വഹാബത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലെവിടെയാണ് ദിവസങ്ങൾക്ക് നഹ്സ് നിശ്ചയിക്കൽ? ഏത് ദിവസത്തെയാണ് അവർ ദുർദിനമാക്കി തള്ളിയത്? ഏത് ദിവസത്തെയാണ് അവർ മോശമാക്കി തള്ളിയത്? തള്ളിയിട്ടില്ലല്ലോ. മറിച്ച് അള്ളയാണ് ദിവസങ്ങളെ സൃഷ്ടിച്ചവൻ, സമയത്തിന്റെ സൃഷ്ടാവ് അള്ളയാണ്. ആ സമയത്തെ ആരെങ്കിലും പഴിച്ചു പറഞ്ഞാൽ, അത് മോശപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞാൽ, അത് പടച്ച റബ്ബിനെ ചീത്ത വിളിക്കുന്നതിന് സമാനമാണ്. സ്വഹീഹായ ഹദീസുകളിൽ നമുക്കത് കാണാം. ഞാനിപ്പോൾ അങ്ങോട്ട് കൂടുതൽ പ്രവേശിക്കുന്നില്ല, സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. അതെ, ആ കാര്യം മുതൽക്ക് എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറമിനെ ശകുനമാക്കിയിട്ടില്ല, ആ ദിവസങ്ങളെ മോശമാക്കിയിട്ടില്ല. മറിച്ച് മുസ്ലിം ലോകത്തതാ പിൽക്കാലത്ത് നബി തങ്ങളുടെ കുടുംബത്തോട് സ്നേഹമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഈ മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി വന്ന ഷിയാക്കൾ എന്ന കക്ഷിയാണ് ഈ രൂപത്തിലുള്ള ദുർദിനങ്ങൾ പ്രചരിപ്പിച്ചത്. അവരുടെ സ്വാധീനം കൊണ്ടാണ് കേരളത്തിൽ ഈ ഷിയായിസം സമസ്തക്കാർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. സുന്നത്ത് ജമാഅത്താണെന്ന് പറയുന്നു, കൊണ്ട് നടക്കുന്നത് പലതും ഷിയാക്കളുടെ വിശ്വാസം തന്നെ, അവരുടെ ആചാരം തന്നെ. അവർക്ക് ഈ മാസം വലിയ പ്രയാസമാണ്. പല രാജ്യങ്ങളിലും അവർ മാറത്തടിച്ച് നിലവിളിക്കും, ചെയിന് കൊണ്ടവർ അടിച്ച് മുറിവാക്കും, വാളുകൊണ്ടവർ ശരീരത്തിൽ മുറിപ്പെടുത്തി രക്തം ഒലിപ്പിക്കും. അവർക്ക് വലിയ ദുഃഖമാണ്, സങ്കടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെട്ടു. അതുകൊണ്ട് എല്ലാം മോശമാണെന്ന് പറഞ്ഞ് ആ രൂപത്തിലതാ ഒരു ദുഃഖത്തിന്റെ ദിവസമായി കൊണ്ട് ദുഃഖമാചരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് അതേ അവിടുന്ന് കഴിഞ്ഞുപോയ, അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ മനസ്സിനെ വേദനിപ്പിച്ച മഹാന്മാരായ ഒട്ടേറെ സ്വഹാബിമാരെയതാ ഉഹദിലും ബദറിലുമൊക്കെ കൊല്ലപ്പെട്ടിട്ടില്ലേ? ആ മഹാന്മാര് വഫാത്തായ ദിവസത്തെ ദുർദിനമായി കാണുകയോ ദുഃഖമാചരിക്കുകയോ ചെയ്യാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുകയും ഷിയാക്കളുടേതായ ആചാരങ്ങളെ കടമെടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് കലണ്ടറുകളിൽ നഹ്സുകളുണ്ട്, അവരുടെ കലണ്ടറുകളിൽ ദുർദിനങ്ങളുണ്ട്, അവരുടെ അറബി പഞ്ചാംഗങ്ങളിൽ മോശപ്പെട്ട ദിവസങ്ങളുണ്ട്. എത്രത്തോളം എന്നാൽ പരിശുദ്ധ
പരിശുദ്ധ റമദാനിനെ വിട്ടിട്ടില്ല, ദുൽഹജ്ജ് 10 പോലും വിട്ടിട്ടില്ല. മുസ്ലിമീങ്ങളേറെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന, ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന, ഹജ്ജ് നടക്കുന്ന ദുൽഹജ്ജ് 10 പോലും ഒരു ഭാഗം ആളുകൾക്ക് ദുർദിനത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയതെങ്കിൽ, ഖലീൽ തങ്ങളുടെ കലണ്ടറിൽ അങ്ങനെയാണുള്ളതെങ്കിൽ, മർക്കസുകാരന്റെ കലണ്ടറിൽ അങ്ങനെയാണുള്ളതെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കൂ. ഇവർക്കെന്താണ് സുന്നത്ത് ജമാഅത്ത് പറയാൻ അവകാശം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിങ്ങനെ ദുർദിനങ്ങൾ പഠിപ്പിച്ചു തന്നോ? ഇല്ലല്ലോ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അതല്ലേ അവര് കാണിക്കേണ്ടത്? സ്വഹീഹായ നിലക്കാണല്ലോ ഉദ്ധരിക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും വാറോലകളല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫയുമ്മായഅ്തിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് കിട്ടുന്ന സന്മാർഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന പരമ്പരകൾ ഉണ്ടാകും, സനദുകൾ ഉണ്ടാകും. അതൊക്കെ ഇന്ന് ലോകത്ത് എല്ലാ ആളുകൾക്കും ഒരു മുടിപ്രശ്നം വന്നപ്പോഴെങ്കിലും തിരിഞ്ഞല്ലോ. സനദ് വേണം, വെറുതെ ഇങ്ങനെ ബടായി പറഞ്ഞാൽ പോരാ എന്ന് എല്ലാവർക്കും ബോധ്യമായ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കണേ, ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളി. കെട്ടയച്ചു പോവാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കിക്കോളി. എന്നാ നിങ്ങൾ കുറച്ച് ആസാദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ, അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ, അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സനദ് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സനദ് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സനദ് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ, യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സനദ് ഓ കുര്യാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സനദ് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സനദ് കൊണ്ടെത്തന്നാ മതി. നിങ്ങൾ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സനദ്